ബഹുമാനപ്പെട്ട കേരള വിദ്യാഭ്യാസ മന്ത്രി അവர்கள், സ്ഥലം MLA PT റഹീം സാഹിബ് അവர்கள், മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, വിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമായ പുരുഷനും മുസ്ലിമായ സ്ത്രീക്കും നിർബന്ധമാണ് അറിവ് പഠിക്കൽ എന്നാണ് പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ മുസ്ലിംകൾ ഈ വാക്യം സ്വീകരിച്ചുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നൽകിപ്പോരുന്നതിൽ എക്കാലവും അവർ മുൻപന്തിയിലാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്കിലും നമ്മുടെ കേരളക്കരയിൽ ഏതാനും കാലങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര പുരോഗതി ഇല്ലാത്തൊരവസ്ഥ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിന് ഒരു പരിഹാരം എന്ന നിലക്കാണ് 38 വർഷം മുമ്പ് ഈ സ്ഥാപനം ഞങ്ങൾ സ്ഥാപിച്ച് ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ നിന്ന് ഈ കഴിഞ്ഞ 38 കൊല്ലത്തിനിടയ്ക്ക് 1,00,000 വിദ്യാർത്ഥികൾ പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. അതിൽ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഡ്വക്കറ്റുമാർ തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്രയോ അധികം ഉദ്യോഗസ്ഥന്മാർ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് അമേരിക്കയിലും ബ്രിട്ടനിലും എന്നല്ല ആഫ്രിക്കൻ നാടുകളിൽ എല്ലാ സ്ഥലങ്ങളിലും മർക്കസിൽ നിന്ന് പഠിച്ച വിദ്യാർത്ഥികൾ ജോലി ചെയ്തു വരുന്നുണ്ട്. മർക്കസിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 1000-ഓളം വിദ്യാർത്ഥികൾ മലയാളം സംസാരിക്കാത്ത അന്യദേശക്കാർ ഇവിടെ ഇപ്പോൾ ഉണ്ട്. എല്ലാം നിയമപ്രകാരം വളരെ രേഖാപരമായി മാത്രം കൊണ്ടുവന്നിട്ടുള്ള കുട്ടികളാണ് എന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. തട്ടിക്കൊണ്ടുപോകലോ ഒറ്റിക്കൊണ്ടുപോകലോ ഒന്നുമില്ലാത്ത വിധം ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഇവിടെ ചേർത്തി പഠിപ്പിക്കുകയാണ്. ആ പഠനം കൂടുതൽ പുരോഗതി വേണമെന്ന് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ നോളേജ് സിറ്റി എന്ന പേരിൽ ഇവിടെ നിന്നും 15-16 കിലോമീറ്റർ അകലെ 100 ഏക്കറിലധികം സ്ഥലത്ത് മർക്കസ് നോളേജ് സിറ്റി ആരംഭിച്ചത്. അവിടെയാണ് ഇപ്പോൾ യുനാനി മെഡിക്കൽ കോളേജ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മർക്കസ് ലോ കോളേജ് 1 വർഷമായി ഇവിടെ താൽക്കാലിക കെട്ടിടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത മാസം നോളേജ് സിറ്റിയിലേക്ക് മാറ്റി കൊണ്ടുപോകാൻ ഇരിക്കുകയാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ പുരോഗതിയും നൽകിക്കൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒരു വ്യത്യാസവും വേർതിരിവുമില്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കെട്ടിടത്തിൽ വളച്ചുകെട്ടി ഉണ്ടാക്കിയതല്ല. ആവശ്യമായ കെട്ടിടങ്ങളും ആവശ്യമായ സൗകര്യങ്ങളും
കഴിവിൻ്റെ പരമാവധി ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വന്നതുകൊണ്ട് കെട്ടിടം പുതുതായി വേണമെന്ന അനിവാര്യത കൊണ്ടാണ് ഇന്ന് നാം തറക്കല്ലിടുന്ന പുതിയ കെട്ടിടത്തിന് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാഭ്യാസപരമായി ഈ രാജ്യത്തെ ജനങ്ങളെ വളർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ നിയമപരമായ സഹായങ്ങളും ചെയ്തു തരണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അവരുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.